അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, നോട്ട് എഴുതുന്നത് 8ാം ക്ലാസ് ദുറൂസ് 5ാമത്തെ പാഠമാണ്. എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് പോലെ തന്നെ സമസ്ത ഓൺലൈൻ ക്ലാസ് കേട്ട് പാഠങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രം നോട്ട് എഴുതുക. നോട്ട് അറബി മലയാളത്തിൽ എഴുതിയെടുത്ത് അത് കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. പാഠം 5 അസ്വിദുഖു, സത്യം, സത്യസന്ധത. സത്യം പല ഇനങ്ങളുണ്ട്. 1. വാക്കിലെ സത്യം. അത് ഒരു മനുഷ്യൻ തൻ്റെ നാവിനെ കളവിനെ തൊട്ട് സൂക്ഷിക്കലാകുന്നു. അപ്പോൾ സംഭവിച്ച കാര്യങ്ങളല്ലാതെ സംസാരിക്കാൻ പാടില്ല. 2. നീയത്തിലെ സത്യം. അത് ഒരു മനുഷ്യൻ തൻ്റെ പ്രവർത്തനം കൊണ്ട് അള്ളാഹുവിന് തൃപ്തി മാത്രം ഉദ്ദേശിക്കലാകുന്നു. ഇതിന് ഇഖ്ലാസ് എന്ന് പേര് പറയുന്നു. 3. ദൃഢനിശ്ചയത്തിലെ സത്യം അഥവാ തീരുമാനമെടുക്കുന്നതിലെ സത്യസന്ധത. അത് ഒരു മനുഷ്യൻ പ്രവർത്തനത്തിൻ്റെ മുമ്പ് സത്യസന്ധമായ ഉറച്ച തീരുമാനമെടുക്കലാകുന്നു. ഒരാൾ പറയുന്നത് പോലെ, അള്ളാഹു എനിക്ക് സമ്പത്ത് നൽകിയാൽ അത് മുഴുവൻ അല്ലെങ്കിൽ അതിൻ്റെ പകുതി ഞാൻ ദാനം ചെയ്യും. ഈ വാക്ക് ഉറച്ച തീരുമാനത്തോടെയാണെങ്കിൽ അത് സത്യമാണ്. സംശയത്തോടെയാണെങ്കിൽ അത് കളവുമാകുന്നു. 4. പ്രവർത്തനത്തിലെ സത്യം. അത് ഒരാളിൽ നിന്ന് പുറമേ പ്രകടമാകുന്ന പ്രവർത്തനം ഉള്ളിലുള്ളതിനോട് യോജിച്ചതായിരിക്കൽ ആകുന്നു. ഉദാഹരണം, നിസ്കരിക്കുന്നവനിൽ നിന്ന് ഭക്തി ഉണ്ടാകുമ്പോൾ അവൻ്റെ മനസ്സും ഭക്തിയുള്ളതാണെങ്കിൽ അവൻ സത്യവാനാണ്, അല്ലെങ്കിൽ വ്യാജനാണ്. സത്യം മഹത്വങ്ങളുടെ അടിസ്ഥാനവും നല്ല സ്വഭാവങ്ങൾക്ക് പ്രധാനവുമാണ്. ഒരാൾ സത്യസന്ധത മുറുകെ പിടിച്ചാൽ അവൻ ഇഹലോകത്തും പരലോകത്തും വിജയിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സത്യം മുറുകെ പിടിക്കുക. കാരണം നിശ്ചയം സത്യം നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും നയിക്കുന്നതാണ്. അത് വഴി കാണിക്കുന്നതാണ്. പാഠങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. സാധാരണ നമ്മൾ നോട്ടിൻ്റെ കൂടെ ചോദ്യങ്ങൾ വിടാറില്ല. പല ആളുകളും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. വലിയ കുട്ടികളായതുകൊണ്ട് നോട്ടുകൾ എഴുതുമ്പോൾ തന്നെ അതിൽ നിന്ന് ചോദ്യോത്തരങ്ങൾ മനസ്സിലാക്കി ചെയ്യണമെന്ന് വിചാരിച്ചത് കൊണ്ടാണ്. അതവർക്ക് കൂടുതൽ പഠനത്തിന് ഉപകാരപ്പെടുമെന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല, നമ്മുടെ സമസ്തയുടെ ഓൺലൈൻ ക്ലാസ്സിൽ ചോദ്യങ്ങൾ വായിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോൾ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഏതായാലും ചോദ്യങ്ങളൊന്ന് വായിക്കാം. ഉത്തരങ്ങൾ നോട്ടിൽ നിന്ന് കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുക. ഒന്നാമത്തത് നുകമ്മിലു, പൂർത്തിയാക്കാമെന്ന. അലൈക്കും ബിസ്സുദ്ഖി, ഇതൊരു ഹദീസാണ്. ആ ഹദീസിൻ്റെ ബാക്കി ഭാഗം പൂരിപ്പിക്കുക. രണ്ടാമത്തെ നുവഫിഖു ബൈനൽ അലിഫി വൽ ബാഇ. തദ്രീബാത്തിൽ രണ്ടാമത്തെ വർക്ക് രണ്ട് കള്ളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗത്തിനോട് രണ്ടാമത്തെ ഭാഗം കണ്ടെത്തി എഴുതാനാണ്. മേച്ചായത് കണ്ടെത്തുക. 1. അസ്വിദുഖു, സത്യസന്ധത. അത് യഹ്ദി ഇലൽ ബിദ്ദി, അത് നന്മയിലേക്ക് നയിക്കുന്നു. രണ്ടാമത്തെ സ്വിദുഖുൽ ഖൗലി, വാക്കിലെ സത്യം. അത് ഹിഫ്ലുൽ ലിസാനി മിൽ കദിബി, കളവിൽ നിന്ന് നാവിനെ സൂക്ഷിക്കലാണ്. അടുത്തത് അൽ ബിർറു യഹ്ദി ഇലൽ ജന്ന, നന്മ സ്വർഗത്തിലേക്ക് നയിക്കുന്നു. നാലാമത് സ്വിദഖുൻ നിയ്യത്തി, നിയ്യത്തിലെ സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇഖ്ലാസാണ്. മൂന്നാമത്തെ വർക്ക് നുജീബ്, ഉത്തരം എഴുതാം. ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്താം. ചോദ്യത്തിൻ്റെ അർത്ഥം പറയാം. സ്വിദഖുൽ ഖൗലി, വാക്കിലെ സത്യം. മാഹുവ, അതെന്താണ്? ബിമയക്കൂൻ സിദ്ഖുൽ അമലി, പ്രവർത്തനത്തിലെ സത്യസന്ധത ഉണ്ടാകുന്നത് എങ്ങനെ? മൂന്നാമത്തെ മതായക്കൂൻ മുസല്ലി സ്വാദിഖൻ, നിസ്കരിക്കുന്നവൻ സത്യസന്ധവാനാകും എപ്പോൾ? നാലാമത്തെ മതായക്കൂൻ മുസല്ലി കാദിബൻ, നിസ്കരിക്കുന്നവൻ വ്യാജനാകും, അവൻ സത്യത്തിനെതിരാകും, അതെപ്പോഴാണ്? ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.